എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്. കാരണം റീസെൻ്റ് ആയിട്ട് ഉള്ള ഈ ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റി കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസിലുള്ള ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൈസ് ആക്ഷൻ ആണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 30% താഴോട്ട് വന്ന് ഒരു $80,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിറ്റ്കോയിൻ. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ കാരണം കൊണ്ടും അതേപോലെ തന്നെ ഗ്ലോബലി ഉള്ള ഈ ഒരു അൺസർട്ടനിറ്റി കാരണം കൊണ്ടും ഒരുപാട് ആളുകൾ ഒരു പാനിക് മോഡിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് എസ്പെഷ്യലി പുതുതായിട്ട് ഈ മേഖലയിലോട്ട് കടന്ന് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ബിറ്റ്കോയിൻ ഇപ്പോൾ വിൽക്കുന്നതാണോ നല്ലത്, ബിറ്റ്കോയിൻ പ്രൈസ് ഇനിയും താഴോട്ട് പോകുമോ, ഈ ഒരു ബുൾ മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞോ, ഓൾറെഡി നമ്മളൊരു ബെയർ മാർക്കറ്റിലോട്ട് എത്തിയോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉള്ളതാണ് ഈ ഒരു വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ കാണുന്ന ഈ ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ മാർക്കറ്റിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത് കാരണം കൊണ്ടോ ഒന്നും അല്ല. പകരം ഗ്ലോബലി ഉള്ള ഒരു അൺസർട്ടനിറ്റി കാരണം കൊണ്ട്, ഇപ്പോൾ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് വന്നതിന് ശേഷം ഉള്ള ഈ ഒരു ട്രേഡ് വാറും താരിഫ് കാര്യങ്ങളൊക്കെ ഗ്ലോബൽ മാർക്കറ്റിനെ തന്നെ ഒരു അൺസർട്ടനിറ്റിയിലോട്ടാണ് തള്ളിവിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ഇപ്പോൾ എസ്പെഷ്യലി US സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റും മൊത്തത്തിലുള്ള ഈ ഏഷ്യൻ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ബിറ്റ്കോയിൻ മാർക്കറ്റിലും കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബിറ്റ്കോയിൻ വിൽക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നതിന് മുന്നേ എന്തൊക്കെയാണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇതേ ചോദ്യം പലപ്പോഴും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 5 to 10% താഴോട്ട് വരുമ്പോഴും ഇതേ ചോദ്യം പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ബുൾ മാർക്കറ്റ് ഒരിക്കലും തീർന്നു എന്ന് പറയാനായിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത്. ബിറ്റ്കോയിൻ ഇപ്പോഴും സ്റ്റിൽ ഒരു $150,000 $200,000 പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിൽ ഇപ്പോഴും ഉണ്ട്. സോ ഒരു ബെയർ മാർക്കറ്റിലോട്ടൊക്കെ എത്തി എന്ന് പറയാൻ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുൾ മാർക്കറ്റ് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മുകളിലോട്ട് മാത്രം പോകുന്ന ഒരു സംഭവമല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 30% മാത്രമാണ് താഴോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചാർട്ട് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതിലും വലിയ രീതിയിൽ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോയതിന് ശേഷമാണ് 30% താഴോട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന് മുന്നേയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പല തവണ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 20%, 30% താഴോട്ട് വന്നിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും പറയാൻ സാധിക്കും, ബിറ്റ്കോയിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത് എപ്പോഴും ഒരു 2 സ്റ്റെപ്പ് മുകളിലോട്ട് പോകും, ഒരു സ്റ്റെപ്പ് താഴോട്ട് വരും, വീണ്ടും ഒരു 2 സ്റ്റെപ്പ് മുകളിലോട്ട് പോകും. ഇതേ ഒരു പ്രൈസ് പാറ്റേൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2023 എൻഡോട് കൂടിയിട്ട് ഒരു ഓഗസ്റ്റ് മാസം മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോവുകയും ഒരു 100% മുകളിലോട്ട് പോയിട്ട് അതിനുശേഷമാണ് ഒരു 20% താഴോട്ട് വരുന്നത്. അതിനുശേഷം വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ അത് വെറും 20% അല്ല മുകളിലോട്ട് പോകുന്നത്, ഒരു 90% മുകളിലോട്ട് പോയിട്ടാണ് വീണ്ടും ഒരു 30% ഒരു താഴോട്ട് വരുന്നത്. അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയത് 120% ആണ്. അതിനുശേഷമാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 30% താഴെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓരോ തവണ നമ്മൾ നോക്കുമ്പോഴും ഇതേ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് തന്നെ ആയിരിക്കും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകുമ്പോഴും മുകളിലോട്ട് പോകുമ്പോൾ എല്ലാവരും വളരെ വലിയ രീതിയിൽ ബുള്ളിഷ് ആവും. താഴോട്ട് വരുമ്പോൾ ഇതെല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റിലോട്ടായിരിക്കും പൊതുവേ ഉള്ള ഒരു ചർച്ചാ വിഷയം. പക്ഷേ അത് വളരെ വൈകാതെ തന്നെ ബിറ്റ്കോയിൻ മുകളിലോട്ട് പോവുകയും കംപ്ലീറ്റ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീണ്ടും റിവേഴ്സ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും, ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു $1.5 എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ആർക്കുവാണെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും. ഇൻഫാക്റ്റ് ഇതേ ഒരു കാര്യം തന്നെയാണ്, അതായത് ഈ ഒരു ജൂലൈ എൻഡോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തും എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 2025 ട്രംപ് വന്നതിന് ശേഷം സൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ക്രിപ്റ്റോ എക്സിക്യൂട്ടീവ് ഓർഡർ പറയുന്ന ഈ ഒരു ഡെഡ് ലൈൻ അവസാനിക്കുന്നതും ബൈ ദി എൻഡ് ഓഫ് ജൂലൈയിലാണ്.
അപ്പോൾ നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പീരീഡ് ആയിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു പീരീഡ്. ഈ ഒരു പീരീഡിൽ കുറേ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയാനുള്ള ഒരു പീരീഡ് ആയിരിക്കും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു പീരീഡ് ആയിരിക്കും ഈ ഒരു അടുത്തൊരു 3-4 മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ബൈ ദി എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്തായാലും ഒരു $150,000 മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്, ഇപ്പോൾ ഉള്ള ഈ ട്രംപിൻ്റെ താരിഫ്, അതേപോലെ മറ്റു പല ട്രേഡ് വാർ കാര്യങ്ങൾ, ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ മറ്റുള്ള വാർ റിലേറ്റഡ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്തിട്ട് ഇതൊരു ബെയർ മാർക്കറ്റിൻ്റെ ഒരു തുടക്കമാണ് എന്നൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലും വലിയ ഒരു മാർക്കറ്റ് നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻ്റ് എല്ലാം കടന്ന് വന്നിട്ടാണ്, അല്ലെങ്കിൽ ഇതിലും വലിയ ക്രാഷുകളും എല്ലാം കടന്ന് വന്നിട്ടാണ് നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു $80,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സ്റ്റേജ് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും വാച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബിറ്റ്കോയിൻ്റെ ചാർട്ട് സൂം ഔട്ട് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഒരു 1-2 വർഷത്തെ പ്രൈസ് ആക്ഷൻ, ആ ഒരു പ്രൈസ് ആക്ഷൻ്റെ ടൈമിലുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതേപോലെ തന്നെ ആയിരുന്നു, ഇതേപോലുള്ള പല നെഗറ്റീവായിട്ടുള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ 2023 ഓഗസ്റ്റ് മാസം മുതലൊക്കെ, ഒക്ടോബർ മാസം മുതലൊക്കെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോകാൻ തുടങ്ങിയത്, അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു പാറ്റേണിൽ പോകുന്നുണ്ട്. അപ്പോൾ അപ്പം നിലവിൽ എന്താണോ മാർക്കറ്റിലുള്ള നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ആളുകൾ വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് കാര്യങ്ങൾ ഒക്കെ എടുത്തിട്ടാണ് ആളുകൾ ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് എത്തുക. അതേസമയം ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള ന്യൂസ് മാത്രമാണ് കാണുക, അല്ലേ? ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 2023 ഒക്ടോബർ മാസത്തിലാണ് ബ്ലാക്ക് റോക്കിൻ്റെ ETF ഏകദേശം അപ്രൂവ് ആവും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കൺഫർമേഷനിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൾ സ്ട്രീറ്റ് എല്ലാം വളരെ എനർജറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ക്രിപ്റ്റോ മാർക്കറ്റ് വളരെ വലിയ രീതിയിലുള്ള ഒരു ഒപ്റ്റിമിസം ആണ് നമുക്ക് അപ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൻ്റെ പിൻബലത്തിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 80% മുകളിലോട്ട് പോയത്. ഇപ്പോൾ ഒക്ടോബർ 2023 $26,000 ബിറ്റ്കോയിൻ വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോയിട്ട് ഏകദേശം ഒരു 3 മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ട് 80% മുകളിലോട്ട് പോയത്. അപ്പോൾ ഉള്ളൊരു സെൻറ്റിമെൻറ്റ് എന്തായിരുന്നു? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ETF അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ ബിറ്റ്കോയിൻ $1.5 ലക്ഷം $2 ലക്ഷം ആവും എന്നുള്ള ഒരു സെൻറ്റിമെൻ്റ് ആയിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ ETF അപ്രൂവ് ആയപ്പോഴോ, ഈ ഒരു പീരീഡിൽ ഇപ്പോൾ ഈ ഒരു 20% ക്രാഷ് ആയത് നമുക്ക് അറിയാം. ഇപ്പോൾ ETF അപ്രൂവ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവരും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ച്വലി താഴോട്ടാണ് വന്നത്. കാരണം ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ ട്രസ്റ്റിൻ്റെ ബിറ്റ്കോയിൻ എല്ലാം അവർ സെല്ല് ചെയ്ത സമയത്ത് അത് നെഗറ്റീവായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ബാധിക്കുകയും താഴോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 20% ക്രാഷ് ആയ സമയത്ത് ജനറലി മാർക്കറ്റിലുള്ള ഒരു സെൻറ്റിമെൻറ്റ് എന്തായിരുന്നു? ബിറ്റ്കോയിൻ ഈ ഒരു ബുൾ മാർക്കറ്റ് ഓൾറെഡി തീർന്നു, ഇനി പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കാര്യങ്ങളൊന്നും വരാനില്ല, ഈ ഒരു ബുൾ മാർക്കറ്റ് തീർന്നു എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്, അല്ല? പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഫെബ്രുവരിയും മാർച്ചൊക്കെ വളരെ വലിയ രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള ഒരു ഇൻഫ്ലോ ആണ് ബിറ്റ്കോയിൻ മാർക്കറ്റിലോട്ട് ETF വന്നത്. ഡെയിലി $1 ബില്യൺ $2 ബില്യൺ ഒരു ഇൻഫ്ലോ വരികയും വളരെ വലിയ രീതിയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അഗ്രസീവായിട്ട് മുകളിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മളൊരു ജനുവരി എൻഡോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും തിരിച്ചു കയറാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $73,000 ഓൾ ടൈം ഹൈയിലോട്ട് വരെ എത്തുന്നുണ്ട്, ഹാൽവിങ്ങിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ എന്തായിരുന്നു മാർക്കറ്റിലുള്ള പൊതുവെയുള്ള ഒരു സെൻറ്റിമെൻറ്റ്? ഈ ഒരു 91% മുകളിലോട്ട് പോയപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വിത്തിൻ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ $100,000 $200,000 ഒക്കെ എത്തും എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റിലായിരുന്നു. കാരണം ഇത്രയും ബില്യൺസ് ഓഫ് ഡോളറിൻ്റെ ഇൻഫ്ലോ വരുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട്. സോ ഈ ഒരു 20% ക്രാഷ് എല്ലാം ഓവർകം ചെയ്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇത്രയും ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്താൻ ബിറ്റ്കോയിൻ എടുത്തത് വെറും 50 ദിവസം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ അത്രയും വലിയൊരു മാർക്കറ്റ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിലുള്ള ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു ലോങ് പീരീഡിലൂടെയാണ് കടന്നുപോയത്. അത് മാത്രമല്ല, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇതേ ഒരു പീരീഡിൽ, അതായത് ഈ ഒരു മാർച്ച് മാസം മുതൽക്ക് ഓഗസ്റ്റ് മാസം മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $73,000 നിന്നും $49,000 വരെയാണ് എത്തിയത്. അപ്പോൾ ആ ഒരു പീരീഡിൽ എന്തായിരുന്നു മൊത്തത്തിലുള്ള ഒരു ജനറൽ സെൻറ്റിമെൻറ്റ്? ഈ ഒരു ബുൾ മാർക്കറ്റ് തീർന്നു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഉള്ളത്, ഈ ഒരു ബുൾ മാർക്കറ്റ് തീർന്നു, ബിറ്റ്കോയിൻ ഇനി ഒരു ബെയർ മാർക്കറ്റിലോട്ട് പോകുന്നു എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റിലാണ് അപ്പോഴും ഉണ്ടായിരുന്നത്. കാരണം എന്താണ്? ബിറ്റ്കോയിൻ ഒരു 30% ക്രാഷ് താഴോട്ട് വന്നു. അപ്പോൾ ആ ഒരു പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹാൽവിങ് നടന്നതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓപ്പോസിറ്റാണ് പ്രൈസ് ആക്ഷൻ നടന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ വലിയ രീതിയിൽ സെൽ ഓഫ് നടക്കുന്നുണ്ടായിരുന്നു. മൈനേഴ്സ് പെർ മന്ത് തന്നെ 30,000 ബിറ്റ്കോയിൻസ് ഒക്കെയാണ് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ ഇപ്പോൾ ബൈനാൻസിൻ്റെ CEO ആയിട്ടുള്ള ആൾ ജയിലിൽ പോകുന്നു 4 മാസം. അതേപോലെ തന്നെ അതിലെല്ലാം ഉപരി ജർമ്മൻ ഗവൺമെൻറ് തന്നെ 50,000 ബിറ്റ്കോയിൻ വളരെ അഗ്രസീവായിട്ടാണ് സെല്ല് ചെയ്തത്. അപ്പോൾ ഉള്ളൊരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു അഗ്രസീവായിട്ടുള്ള ഒരു അപ് ട്രെൻഡാണ് ബിറ്റ്കോയിനിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഈ ഒരു 144 ദിവസത്തെ ഒരു കൺസോൾട്ടേഷൻ, ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ബിറ്റ്കോയിൻ പുതിയ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്താനും, ബിറ്റ്കോയിൻ ഇപ്പോൾ $100,000 എന്നുള്ള ആ ഒരു മാജിക്കൽ നമ്പർ, ഒരു $109,000 എന്നുള്ള ഓൾ ടൈം ഹൈയിലോട്ട് എത്താൻ വേണ്ടി വന്നത് വെറും ഏകദേശം ഒരു 167 ദിവസം മാത്രമാണ്. അപ്പോൾ ഈ ഒരു പീരീഡിൽ എന്തായിരുന്നു വീണ്ടും പോസിറ്റീവായിട്ടുള്ള കാര്യം? ട്രംപ് അധികാരത്തിൽ വരുന്നു, ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നു. അതുപോലെ തന്നെ ട്രംപ് ബിറ്റ്കോയിൻ കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങൾ, അതേപോലെ ബിറ്റ്കോയിൻ ഒരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റാക്കി മാറ്റാൻ പോകുന്നു, അത്തരത്തിലുള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഓരോ തവണ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു നെഗറ്റീവ് പ്രൈസ് ആക്ഷനിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ് എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലുമല്ല. അത് കഴിഞ്ഞിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുകയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ബിറ്റ്കോയിൻ പ്രൈസ് ഒരു 30% ക്രാഷിലോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു $80,000 അടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇതേപോലെ ഈ ഒരു സ്റ്റേജിലും എന്താണോ ആളുകൾ ചിന്തിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സെല്ല് ചെയ്യുന്ന ആളുകൾ എല്ലാം വീണ്ടും ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോൾ വീണ്ടും റിഗ്രറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ന്യൂസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കരുത്. നമ്മളെപ്പോഴും ഒരു ഷോർട്ട് ടേം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഒഴിവാക്കിയിട്ട് ഒരു ലോങ് ടേം വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ വളരെ ഒരു റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു അസറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ ഒരു സമയവും കടന്നു പോകും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തും. $1,00,000 $2,00,000 അതിന് മുകളിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ അനായാസം ഒരു പക്ഷേ വിത്തിൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. സോ ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ബിറ്റ്കോയിനിൽ അഗ്രസീവായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു ഷോർട്ട് ടേം ടൈം ഫ്രെയിം, ഒരു ഷോർട്ട് ടേം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം ഒരു ലോങ് ടേമിൽ ബിറ്റ്കോയിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.